Hi learners, welcome to I+ Training Solutions. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മളുടെ NTA UGC നെറ്റ് കോമേഴ്സിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഒരു ഒന്ന് രണ്ട് പാർട്ടുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്കിന്ന് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മളുടെ എക്സാം അടുക്കാറായി. എല്ലാവരും നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് ഫർദർ റിവിഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രോപ്പർ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതിനെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നറിയാൻ, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. മാക്സിമം എത്രത്തോളം PYQs നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും PYQs വർക്ക്ഔട്ട് ചെയ്യുക. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇവിടെ നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് ആണല്ലേ കാണാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ ട്രേഡ് എഗ്രിമെന്റുകളും ഇവിടെ WTO കാണാം, നാഫ്ത, ആസിയാൻ, UNCTAD, ഇതെല്ലാം നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങളൊന്ന് ഓർക്കണം ഇത് ഏത് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാകും നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അതില് ഇന്റർനാഷണൽ ബിസിനസ് എന്നൊരു പാർട്ട്, ഇന്റർനാഷണൽ ബിസിനസ് എന്നൊരു ഭാഗത്തു നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന WTOയും നാഫ്റ്റയും ആസിയാനും ഒക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇയറുകളാണ് മാച്ച് ചെയ്യേണ്ടത്. 4 എഗ്രിമെന്റുകളും നമ്മളുടെ നാഫ്ത, ആസിയാൻ ഒക്കെ നമ്മളുടെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റുകളാണല്ലേ. സോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യം ഈ WTO എന്താണ് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വെക്കും അല്ലേ, ഇത് വന്ന വർഷം, എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, എല്ലാത്തിന്റെയും ഇയറുകൾ പഠിച്ചു വെക്കുക. ഇയറുകൾ വെച്ചിട്ടാണ് ഇതേപോലെ മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. UNCTAD, WTO, നാഫ്ത, ആസിയാൻ. ഇയറുകളുണ്ട് 1967, 1994, 1964, 1995. ഇനി എങ്ങനെ നമുക്കിത് മാച്ച് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ ഇയറുകൾ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണല്ലേ. നമ്മളുടെ 4 ഓപ്ഷനിൽ നിന്ന് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് മാച്ച് ചെയ്താൽ മതിയാകും. ഇവിടെ ഓപ്ഷൻ 2 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. A3, B4, C2 ആൻഡ് D1. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ, നമുക്കൊന്ന് നോക്കി പോകാം, വേഗത്തിലൊന്ന് നോക്കി പോകാം. UNCTAD ഫുൾ ഫോം പഠിച്ചു വെക്കുക. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1964 ഓർത്തു വെക്കുക. Then WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1st January 1995. Then NAFTA ഉണ്ട്, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്, came into effect on 1st January 1994. Then ASEAN അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967. അപ്പൊ ഈ നമ്മൾ ഈ പഠിച്ച ഈ UNCTAD ആണെങ്കിലും WTO ആണെങ്കിലും നാഫ്റ്റ ആണെങ്കിലും ആസിയാൻ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഇയറുകൾ മാത്രമല്ല ഇവരുടെ ഫങ്ഷൻസ് പഠിക്കണം. അതേപോലെ തന്നെ ഓരോന്നിലുമുള്ള മെമ്പർ കൺട്രീസ്, ഇപ്പൊ ആസിയാനിലും നാഫ്റ്റയിലും ഒക്കെ ഉള്ള മെമ്പർ കൺട്രീസിനെയൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇയറുകൾ പഠിക്കുക, അതിനോടൊപ്പം തന്നെ ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ദെൻ ഇതിനകത്തെല്ലാം വരുന്ന മെമ്പർ കൺട്രീസ് ആരൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഇൻകം ടാക്സ് അല്ലേ, നമ്മളുടെ 10ാമത്തെ മൊഡ്യൂൾ ആണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മുടെ TDSന്റെ സെക്ഷൻസ് ആണ്. TDSന്റെ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ TDSന്റെ സെക്ഷൻ, അതായത് സെക്ഷൻ 194 ഡിവിഡന്റിനെ പറ്റി പറയുന്നു. ഇനി ആ 194 തന്നെ സബ്സെക്ഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ഈ ഒരു ടാക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, നേരിട്ട് ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ചില സെക്ഷൻസ് പഠിച്ചു വെക്കും. നമ്മുടെ ഡിഡക്ഷൻസിന്റെ ഒക്കെ സെക്ഷൻ ഉണ്ടല്ലേ, ചാപ്റ്റർ 6A വരുന്ന ഡിഡക്ഷൻസ്, 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കും, എക്സാമിന് വരും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ,
ഇവിടെ TDSന്റെ സെക്ഷൻസും അല്ല ചോദിച്ചിട്ടുള്ളത്. TDSന്റെ ഒരു സെക്ഷൻ ആണ് ഡിവിഡൻഡ്, അതായത് 194 വരുന്നതാണ് ഡിവിഡൻഡ്. ഇനി ഈ ഡിവിഡൻഡിനെ പറ്റിയിട്ടുമുള്ള സബ്സെക്ഷൻസ് ആണ്, അതായത് 194ന്റെ സബ്സെക്ഷൻ 194C, 194E, 194F എന്ന് പറഞ്ഞൊരു രീതിയിൽ ഇതിനകത്ത് വീണ്ടും നമുക്ക് സബ് ഡിവിഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻകം ടാക്സിൽ ഈ അടുത്തിടെയായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻസ്, അത് ഒരു സെക്ഷനകത്തു നിന്നുള്ള സബ്സെക്ഷൻസിനെ എടുത്ത് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചോളാം. അപ്പൊ ഇവിടെ നമുക്ക് സെക്ഷൻ 194 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961, സെക്ഷൻ 194 ഡിവിഡൻഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ, A4 ആണ്. ഇനിയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. സെക്ഷൻ 194C എന്താണ്, E എന്താണ്, F എന്താണെന്ന് നമുക്കറിയണം. അവിടെ പേയ്മെന്റ് ഓൺ അക്കൗണ്ട് ഓഫ് റീപർച്ചേസ് ഓഫ് യൂണിറ്റ് ബൈ മ്യൂച്വൽ ഫണ്ട്, പേയ്മെന്റ് ടു ദി നോൺ റെസിഡന്റ് സ്പോർട്സ്മാൻ, പേയ്മെന്റ് ടു കോൺട്രാക്ടർ ആൻഡ് സബ് കോൺട്രാക്ടർ, ഇതെല്ലാം TDSനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഇതും നമ്മളുടെ സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. TDSും TCSും ഒക്കെ എടുത്ത് പഠിക്കണം എന്നുള്ളത് ഇൻകം ടാക്സിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കാണാം. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ A4, B3, C2 ആൻഡ് D1. ഇവിടെ നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും, കാരണം A4 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതായത് 194, സെക്ഷൻ 194 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. അപ്പോൾ A4 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ A4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ അതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഈ ഡിവിഡൻഡ് പഠിക്കുമ്പോൾ നിങ്ങൾ സെക്ഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, അതുമായിട്ട് വരുന്ന ഇതിന്റെ ഈ ഒരു TDS റേറ്റുകൾ പഠിക്കണം, ത്രഷോൾഡ് ലിമിറ്റുകൾ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ TDS റേറ്റുമായിട്ട് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പല പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ TDS റേറ്റുകൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചോളാം. അപ്പൊ നമുക്ക് വേഗത്തിൽ ഈ ഒരു ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് നോക്കി പോകാം. സെക്ഷൻ 194 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ആപ്ലിക്കബിൾ ടു റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ HUF. അതായത് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് എത്രയാണ് TDS പിടിക്കേണ്ടത്? 10% ആണ് റേറ്റ് വരുന്നത്. ത്രഷോൾഡ് ലിമിറ്റ് 5000 പെർ ഇയർ ആണ്. അതായത് 5000 രൂപയ്ക്ക് മുകളിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് 10% ടാക്സ് ഡിഡക്ട് ചെയ്യണം. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആണ് അല്ലെ. 10% ഡിഡക്ട് ചെയ്യണം. ഇനി ഈ ത്രഷോൾഡ് ലിമിറ്റിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ 5000 എന്ന് പറയുന്നത് നമ്മളുടെ 2025 ബജറ്റിൽ അത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റ് 5000 എന്നുള്ളത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 10,000ൽ കൂടുതൽ 10,000ൽ കൂടുതൽ ഡിവിഡൻഡ് പേയ്മെന്റ് ഉള്ള സമയത്ത് മാത്രം 10% TDS പിടിച്ചാൽ മതിയാകും. നേരത്തെ ലിമിറ്റ് ആണ് ഈ ഒരു 5000 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2025 ബജറ്റിലാണ് ഈ ഒരു 5000 എന്നുള്ളത് 10,000 ആക്കി ഇൻക്രീസ് ചെയ്തത്. ദെൻ സെക്ഷൻ 194C പറയുന്നത് പേയ്മെന്റ് ടു കോൺട്രാക്ടർ ഓർ സബ് കോൺട്രാക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോൺട്രാക്ടേഴ്സിനോ സബ് കോൺട്രാക്ടേഴ്സിനോ ഒക്കെ കൊടുക്കുന്ന ഡിവിഡൻഡ് പേയ്മെന്റ് ആണെങ്കിൽ അവിടെ 1%, ഇൻഡിവിജ്വലോ HUFO ആണെങ്കിൽ 1%, അതേഴ്സിനാണെങ്കിൽ 2%ആണ് TDS പിടിക്കേണ്ടത്. ഇനി ത്രഷോൾഡ് ലിമിറ്റ് 3,000 പെർ കോൺട്രാക്ട് ഓർ 1 lakh അഗ്രിഗേറ്റ് ഇൻ എ ഫൈനാൻഷ്യൽ ഇയർ. ഇനി 194E പറയുന്നത് പേയ്മെന്റ് ടു നോൺ റെസിഡന്റ് സ്പോർട്സ്മെൻ ഓർ സ്പോർട്സ് അസോസിയേഷൻ. സോ അവിടെ 20% ആണ് TDS റേറ്റ് എന്ന് പറയുന്നത്. ത്രഷോൾഡ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. ഇനി സെക്ഷൻ 194Fല് റീപർച്ചേസ് ഓഫ് യൂണിറ്റ് ബൈ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ തിരിച്ച് റീപർച്ചേസ് ചെയ്യും അല്ലെ. സോ അങ്ങനെയുള്ളൊരു പേയ്മെന്റ് ആണെങ്കിൽ അവിടെ TDS 20% ആണ് TDS പിടിക്കേണ്ടത്. അവിടെയും ത്രഷോൾഡ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ TDS റേറ്റിനെ പറ്റി, നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനെ പറ്റി ഒന്ന് നോക്കി വെക്കുക. പക്ഷെ ഇത് മാത്രം പോരാ, TDS പഠിക്കുമ്പോൾ കംപ്ലീറ്റ് TDS പേയ്മെന്റുകളും അതിന്റെ TDS റേറ്റുകളും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഇവിടെയും ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് അല്ലെ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇത് നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെ, മാർക്കറ്റിംഗ് ആ ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, നമ്മൾ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, ഇങ്ങനെ പല ഒരു പ്രൊഡക്റ്റിന്റെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റേജസ് ഓഫ് ലൈഫ്, അതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഓരോ സൈക്കിളും ഇവിടെ കാണാം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഏതാണെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ പല സ്ട്രാറ്റജീസ്, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ആണ്. ഫേസ് ഔട്ട് ദി അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ്, ബിൽഡ് സെൻസിറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, build intensive distribution,
ബിൽഡ് മോർ ഇന്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിക്കേണ്ട. ഒരു കോമൺ സെൻസ് കൊണ്ട് നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റിന്റെ ലൈഫിൽ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കുറച്ചൊന്ന് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും മാക്സിമം സെയിൽസിൽ അത് എത്തി നിൽക്കുന്നു. ഡിക്ലൈൻ എന്ന് പറഞ്ഞാലോ അത് ആ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഡിക്ലൈനിൽ എന്തായാലും അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റുകളെ ഫേസ് ഔട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നടക്കുന്നത്. ഡി എന്തായാലും 1 തന്നെ വരും. അത് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റുന്ന ആൻസറുകളാണ്. ഒറ്റയടിക്ക് നമുക്ക് അധികം ചിന്തിക്കേണ്ട, അധികം ചിന്ത വേണ്ടാതെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് D1 എന്നുള്ളത്. കാരണം ഡിക്ലൈൻ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഫേസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റ്, പിന്നെ ആ ഔട്ട്ലെറ്റ് ഒക്കെ അൺപ്രോഫിറ്റബിൾ ആകത്തില്ലേ? ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആർക്കും വേണ്ടാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ അൺപ്രോഫിറ്റബിൾ ഔട്ട്ലെറ്റുകളെയൊക്കെ എന്ത് ചെയ്യണം? ഫേസ് ഔട്ട് ചെയ്യണം. അപ്പോൾ D1 ആണെന്ന് ഓർക്കുക. D1 വരുന്ന 2 ഓപ്ഷൻസ് വന്നു അല്ലെ? D1 വരുന്ന 2 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അതായത് A2, B3, C4 ആൻഡ് D1 എന്ന് വരും. സോ ഇവിടെ നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദെൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്റൻസീവ്, കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ നടത്തണം അല്ലെ? നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രോത്ത് ഉണ്ട്. ഇനി മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്രൊഡക്റ്റിന് മാക്സിമം ഗ്രോത്ത് കിട്ടുന്നത്. അവിടെ നമ്മൾ കൂടുതൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം. ദെൻ ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാം. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് എത്ര എടുത്തിട്ടും കാര്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളെയൊക്കെ ഫേസ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി അസംഷൻസ് ഓഫ് ഒളിഗോപോളി? അപ്പൊ നമ്മളിത് ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നിട്ടുള്ളത്? ബിസിനസ് എക്കണോമിക്സ് ആണ് അല്ലെ? ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒളിഗോപ്പൊളി എന്ന് പറയുന്നത് നമുക്കറിയാം പല മാർക്കറ്റ് ഫോമുകളാണല്ലേ. പെർഫെക്റ്റ് മാർക്കറ്റ് ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്, ഡ്യുവോപ്പൊളി ഉണ്ട്. ഇങ്ങനെ പല മാർക്കറ്റുകളെ പറ്റി നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പോൾ ഇതില് ഒളിഗോപ്പൊളി എന്ന് പറയുന്ന മാർക്കറ്റിന്റെ അസംഷൻസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, which of the following are the assumptions of oligopoly എന്നാണ്. ഒളിഗോപ്പൊളിയുടെ അസംഷൻസ് ഏതൊക്കെയാണ്? ഇനി ഇതേപോലെ വേറൊരു രീതിയിൽ ചോദിക്കും, ഇതിലെ ഒളിഗോപ്പൊളിയുടെ അസംഷൻസ് അല്ലാത്തത് ഏതാണെന്നും ചോദിക്കാം. അങ്ങനെ 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്ക് നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒളിഗോപ്പൊളിയുടെ അസംഷൻസ് അല്ലാത്തത്, നോട്ട് ദി അസംഷൻസ് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. ഇവിടെ ഒളിഗോപ്പൊളിയുടെ അസംഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. 1 seller ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. 1 seller അല്ല. 1 seller എന്ന് പറയുന്നത് മൊണോപ്പൊളി അല്ലേ? അവിടെയല്ലേ ഒരു സെല്ലർ. അപ്പൊ എ എന്തായാലും അസംഷൻ അല്ല. ബി എന്ന് പറയുന്നത് നമുക്കൊരു അസംഷൻ ആണ് അല്ലേ? എ ഫ്യൂ സെല്ലേഴ്സ്. ഒളിഗോ എന്ന് പറഞ്ഞാൽ ഫ്യൂ എന്നാണ് അർത്ഥം. ഒളിഗോ മീൻസ് എ ഫ്യൂ. അപ്പൊ ഫ്യൂ സെല്ലേഴ്സും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും. അപ്പോ ബി നമ്മുടെ ഒരു ഓപ്ഷൻ ആണ്. ബി എന്ന് പറയുന്നത് ഒരു അസംഷൻ ആണ്. ഇനി സിയിലേക്ക് വരുമ്പോൾ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് ബയർ, അതുമല്ല, ഫ്യൂ സെല്ലേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? ബി ഉണ്ട്. ദെൻ എൻട്രി ഓഫ് ന്യൂ സെല്ലർ ഈസ് റെസ്ട്രിക്റ്റഡ്. പുതിയ സെല്ലറുടെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അതും നമ്മൾ പഠിക്കുന്നതല്ലേ? ഒളിഗോപ്പൊളിയുടെ അസംഷനിൽ പഠിക്കുന്നതല്ലേ? യെസ്. അപ്പോ ബിയും ഡിയും ഉണ്ട്. ദെൻ ഇയിലേക്ക് വരുമ്പോൾ ഫേംസ് ഇന്റർഡിപെൻഡൻസ്. ഒളിഗോപ്പൊളിയിൽ ഫേമുകൾ തമ്മിൽ ഇന്റർഡിപെൻഡന്റ് ആണ്. അതും ശരിയായിട്ടുള്ള ഒരു അസംഷൻ ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി, ഡി ആൻഡ് ഇ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ, ബി, ഡി ആൻഡ് ഇ. യെസ്, ഓപ്ഷൻ 4 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചറിന്റെ പ്രത്യേകത സ്മോൾ നമ്പർ ഓഫ് ലാർജ് ഫേംസ്, അതായത് കുറച്ച് ഫേംസേ ഉള്ളൂ, ഫ്യൂ സെല്ലേഴ്സേ ഉള്ളൂ, പക്ഷെ അവരൊക്കെ ലാർജ് ഫേംസ് ആണ്. ദേ ആർ ഡൊമിനേറ്റിംഗ് ദി ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രിയെ ആ ഒരു ഫേമുകളാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത്. ദെൻ ഫ്യൂ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ആൻ ഇൻഡസ്ട്രി. ഹൈ ബാരിയേഴ്സ് ടു എൻട്രി മേ ബി ഡ്യൂ ടു എക്കണോമീസ് ഓഫ് സ്കെയിൽ, ലാർജ് ബാരിയേഴ്സ്, aggressive tactics such as advertising or high startup cost. അപ്പോൾ ഇവിടെ ബാരിയേഴ്സ് ഉണ്ട് അല്ലേ? പുതിയ ഫേമുകൾക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ബാരിയേഴ്സ് ഉണ്ട്. ദെൻ പ്രോഡക്റ്റ് മേ ബി ഐഡന്റിക്കൽ ഓർ ഡിഫറൻഷിയേറ്റഡ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഒരേപോലെയുള്ള പ്രൊഡക്റ്റുകളാകാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റുകളും ആകാം. ഇനി ഫേംസ് ആർ ഇന്റർഡിപെൻഡന്റ് ആൻഡ്
take careful notice of each other's actions. ഫേമുകൾ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഒരു ഫേം എന്താ ചെയ്യുന്നതെന്ന് മറ്റു ഫേംസ് കെയർഫുള്ളി നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ആകെ കുറച്ച് ഫേംസേ ഉള്ളൂ അല്ലെ, അവര് ലാർജ് ഡൊമിനേറ്റിംഗ് ഫേമുകളാണ്. അപ്പൊ ഒരു ഫേമിന്റെ ആക്ടുകൾ മറ്റൊരു ഫേം നോക്കും. സോ അവിടെ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഫേമുകൾ നിൽക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ഒളിഗോപ്പൊളിയുടെ അസംഷൻസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇതും നമ്മുടെ ഇൻകം ടാക്സിൽ നിന്നുള്ളതാണ് അല്ലെ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന നമ്മുടെ ഇൻകം ടാക്സിനകത്ത് സിലബസിനകത്ത് എടുത്തു പറയുന്നതാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ്, HUF, കമ്പനി, ഇവരുടെയൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. സോ ബ്രെഡ്ലി, ആൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ, വിസിറ്റ് ഇന്ത്യ ഫോർ 100 days ഇൻ എവറി ഫൈനാൻഷ്യൽ ഇയർ. ഇവിടെ ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയറെ പറ്റി പറയുന്നുണ്ട്. ഓരോ വർഷവും 100 ദിവസം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. This has been his practice for past 10 financial years. കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാ വർഷവും 100 ദിവസം ഇന്ത്യ കാണാനായിട്ട് വരുന്നുണ്ട്. Find out his residential status. ഈ ഒരു പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റെസിഡന്റ് ആണോ, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ എന്ന് നമുക്ക് അറിയണം. ആക്ച്വലി ഈ ഒരു പേഴ്സൺ ഇവിടെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, അതായത് RNOR ആണ്. എങ്ങനെ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ, റെസിഡന്റ് എന്നും നോൺ റെസിഡന്റ് എന്നും. ആ റെസിഡന്റിനകത്ത് തന്നെയാണ് ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റും വരുന്നത് അല്ലെ. റെസിഡന്റിനെ തന്നെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നതാണ് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരാൾ റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന 2 തരത്തിലുള്ള കണ്ടീഷൻസിന്റെ ബേസിലാണ് അല്ലെ. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ നമുക്ക് 2 കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് ബേസിക് കണ്ടീഷൻസും ഉണ്ട്, അഡീഷണൽ കണ്ടീഷൻസും വരുന്നുണ്ട്. കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. സോ നമുക്ക് ബേസിക് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ, ബേസിക് കണ്ടീഷൻസിലെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് assessee must stay in India for at least 182 days or more during the previous year. Previous yearൽ 182 ദിവസമോ അതിൽ കൂടുതലോ ഈ ഒരു അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ആണ് stay more than 60 days in the previous year and more than 365 days in 4 years preceding the previous year. അതായത് പ്രീവിയസ് ഇയറിൽ 60 ദിവസമോ അതിൽ കൂടുതലോ ഈ ഒരു അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ആൻഡ് ആണ്, അപ്പൊ രണ്ടും ഒരുമിച്ച് വരണം അല്ലെ. പ്രീവിയസ് ഇയറിൽ 60 days or more ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷത്തിൽ 365 days ആ ഒരു അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ 60 days or more അതിനോടൊപ്പം തന്നെ 365 days or more for 4 years preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 4 വർഷത്തിൽ 365 ദിവസവും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മളുടെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ. ഇനി അഡീഷണൽ കണ്ടീഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ ആണ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 years preceding the previous year. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ആണ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 7 വർഷത്തിൽ 7 yearsൽ 730 days or more ഈ ഒരു അസസി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് 2 ബേസിക് കണ്ടീഷൻസും കിട്ടി, 2 അഡീഷണൽ കണ്ടീഷൻസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു കണ്ടീഷൻസിന്റെ ബേസിലാണ് ഒരു അസസി റെസിഡന്റ് ആണോ, നോൺ റെസിഡന്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിൽ എങ്ങനെയാണ് ഈ ഒരു കണ്ടീഷൻസിന്റെ ബേസിൽ എങ്ങനെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് none of the basic non resident എന്ന് പറഞ്ഞാൽ none of the basic conditions satisfied. നോൺ റെസിഡന്റിന്റെ പ്രത്യേകത എന്താ? ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരാളെയാണ് നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. ബേസിക് കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തി നോൺ റെസിഡന്റ് ആകും. ഇനി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആകുന്നത് എപ്പോഴാ? ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും അതിനോടൊപ്പം 2 അഡീഷണൽ കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈഡ് ആകണം. അതായത് വൺ ഓർ ബോത്ത്. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരെണ്ണം ചെയ്താലും മതി. പക്ഷേ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആകുള്ളൂ. ഇനി RNOR ഉണ്ടല്ലേ, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാ? ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷനും
ഇനി അതിനോടൊപ്പം ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷനും അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അയാൾ RNOR ആകും. അപ്പോൾ റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, രണ്ട് അഡീഷണൽ കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനും വരണം. രണ്ട് അഡീഷണൽ കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലും അവിടെയും നമ്മൾ RNOR എന്ന് പറയും. ഇനി നമ്മളുടെ ഈ ഒരു വ്യക്തി ബ്രെഡ്ലി എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ഏതാണ്, ROR ആണോ, NR ആണോ, RNOR ആണോ എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് എന്തായാലും ഇന്ത്യയിൽ ഇല്ലായിരുന്നു അല്ലേ, കാരണം 100 ദിവസം വെച്ച് ഇന്ത്യയിൽ വരുവുള്ളൂ. ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ആയിരുന്നു പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, അത് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 വർഷത്തിൽ 365 ഡേയ്സും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഹി സാറ്റിസ്ഫൈസ് വൺ ഓഫ് ദി ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അയാൾ റെസിഡന്റ് ആയി. ഇനി നമ്മളുടെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അഡീഷണൽ കണ്ടീഷന്റെ ബേസിലാണ്. അപ്പോൾ അഡീഷണൽ കണ്ടീഷനിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 7 വർഷത്തിൽ 730 ദിവസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. പക്ഷെ 7 വർഷത്തിൽ 700 ദിവസമല്ലേ വന്നിട്ടുള്ളൂ, 100 ദിവസം വെച്ചല്ല ഓരോ ഇയറിലും വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി മറ്റേ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട കാര്യം പോലും ഇല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടി, ഹി ഈസ് എ നോട്ട് ഓർഡിനറി റെസിഡന്റ്. കാരണം ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആയില്ലല്ലോ, അഡീഷണൽ കണ്ടീഷനിൽ ഒരെണ്ണം സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഇനി മറ്റേത് സാറ്റിസ്ഫൈഡ് ആകുമോ ഇല്ലയോ നോക്കണ്ട. ഇനിയും രണ്ടാമത്തത് സാറ്റിസ്ഫൈ ആണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും രണ്ടാണെങ്കിലും ഇദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. കാരണം ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ആയി, അപ്പോൾ ഓട്ടോമാറ്റിക്കലി റെസിഡന്റ് ആയി. ഇനി അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈഡ് ആകാത്ത പക്ഷം അദ്ദേഹം ഒരു നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Which of the following are the features of treasury bill? Treasury ബില്ലുകളുടെ ഫീച്ചേഴ്സ്. ഇത് നമ്മളുടെ ബിസിനസ് ഫിനാൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് ഫിനാൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനകത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഇവിടെ ട്രഷറി ബില്ലുകളുടെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ട്രഷറി ബില്ലുകൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുകളാണ്. issued at par and repaid at premium on maturity. പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്തിട്ട് പ്രീമിയത്തിന് റീപേ ചെയ്യും. അത് അല്ല, അങ്ങനെയല്ല നമ്മുടെ ട്രഷറി ബില്ലുകൾ. ഓപ്ഷൻ ബി തെറ്റാണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഹൈ ലിക്വിഡിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഷോർട്ട് ടെന്യൂർ. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ്, അതായത് നമ്മളുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ വരുന്നതാണ് ട്രഷറി ബില്ലുകൾ. സോ ഷോർട്ട് ടെന്യൂർ ആയതുകൊണ്ട് തന്നെ ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. ആ ഓപ്ഷൻ സി വരുന്നുണ്ട്. ഡി വരുന്നത് അഷ്വേർഡ് ഈൽഡ്. ഈ ഒരു ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണല്ലേ. ട്രഷറി ബില്ലുകളൊക്കെ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസ് ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഈൽഡ് ഉറപ്പാണ്, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉറപ്പായിട്ടും കിട്ടും. അഷ്വേർഡ് ഈൽഡ് ആണ്. സോ നമുക്ക് എയും സിയും ഡിയും ശരിയാണ്, ACD. ഇയിലേക്ക് വരുമ്പോൾ ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് ഹൈ ആണെന്ന് പറയുന്നില്ല, ട്രഷറി ബില്ലുകളിൽ അങ്ങനെ ഹൈ ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നില്ല. സോ AC ആൻഡ് D ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ട്രഷറി ബില്ലുകൾ എന്താണെന്ന് നമുക്കറിയാം. ട്രഷറി ബില്ലുകളെ തന്നെയാണ് T bills എന്നും പറയുന്നത്. They are money market instruments which are short term debt instruments issued by the government of India. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളാണ് ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നത് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് 3 ടെന്യൂറിലേക്ക്, മെയിൻ ആയിട്ട് ഈ 3 ടെന്യൂറിലേക്കാണ് ട്രഷറി ബില്ലുകൾ അവര് ഇഷ്യൂ ചെയ്യുന്നത്. 91 ഡേ ബില്ലുകളുണ്ട്, 182 ഡേ ബില്ലുകളുണ്ട്, 364 ഡേ ബില്ലുകളുമുണ്ട്. അതേപോലെ തന്നെ ട്രഷറി ബില്ലുകൾ 0 കൂപ്പൺ സെക്യൂരിറ്റീസ് ആണ്, അതായത് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ട്രഷറി ബില്ല് വാങ്ങിക്കുന്നവർക്ക് ബെനിഫിറ്റ് കിട്ടുക എന്ന് ചോദിച്ചാൽ, ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് ദി ഫേസ് വാല്യൂ. ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിനായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 1000 രൂപയുടെ ബില്ല് 900 റുപ്പീസിന് ഇഷ്യൂ ചെയ്യും. പക്ഷെ അത് തിരിച്ച് മെച്യൂരിറ്റി സമയത്ത് റെഡീം ചെയ്യുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂ 1000 രൂപയ്ക്ക് തന്നെ ആയിരിക്കും ഗവൺമെന്റ് തിരിച്ചു വാങ്ങുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു പ്രൈസ് ഡിഫറൻസിൽ നിന്നായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിസർച്ച് ഡിസൈൻ ഈസ് ദി മോസ്റ്റ് പ്രിസൈസ് വൺ? നമുക്ക് എക്സ്പെരിമെന്റൽ, എക്സ്പ്ലോറേറ്ററി, ഡയഗ്നോസ്റ്റിക്, ഡിസ്ക്രിപ്റ്റീവ്, ഇങ്ങനെ 4 റിസർച്ച് ഡിസൈൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഈ 4 റിസർച്ച് ഡിസൈനിൽ ഇത് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ്
സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ ഒന്ന് ആലോചിക്കുക ഇത് ഏത് മൊഡ്യൂൾ ആണെന്ന്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ 10 മൊഡ്യൂളുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലേ ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. സോ ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യഥാർത്ഥ അക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്നത് ഇതിൽ ഏത് റിസർച്ച് ഡിസൈനിൽ നിന്നായിരിക്കും? എക്സ്പെരിമെന്റൽ, എക്സ്പ്ലോറേറ്ററി, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. ഏതായിരിക്കും? നമുക്ക് വേഗം മനസ്സിലാകുമല്ലോ എക്സ്പെരിമെന്റൽ ആണ്. കാരണം നമ്മൾക്ക് എന്തൊരു കാര്യത്തിന്റെയും യഥാർത്ഥ റിസൾട്ടുകൾ നമ്മളത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോഴല്ലേ കിട്ടുന്നത്. മറ്റ് സ്റ്റഡീസിനെ അപേക്ഷിച്ചിടത്തോളം എക്സ്പെരിമെന്റൽ സ്റ്റഡി കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്, കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും. ഓക്കെ, സോ experimental research is a scientific method where researchers manipulate one or more independent variable to observe their effect on a dependent variable while controlling for other factors. അപ്പോൾ ഈ experimental researchൽ researchers എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുന്നതാണ് ആക്ച്വലി ഈ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ചില സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾസ് നമുക്കറിയാം. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെടിയുടെ വളർച്ചയും സൂര്യപ്രകാശവും തമ്മിലുള്ള റിലേഷൻ അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാറുണ്ട് അല്ലേ? ജസ്റ്റ് സിമ്പിൾ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഈ ഒരു നമ്മുടെ ഒരു പ്ലാന്റിന്റെ ഗ്രോത്തും സൺലൈറ്റും. അപ്പൊ ഈ ഒരു സൺലൈറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വേരിയബിൾ ആണ് പ്ലാന്റിന്റെ ഗ്രോത്ത്. അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആണ്. കാരണം ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ ആയിട്ടുള്ള സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്ലാന്റിന്റെ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാനിപ്പുലേഷൻസ് നടത്തും. അതായത് നമ്മൾ ഒരു ചെടി എടുത്തിട്ട് സൂര്യപ്രകാശത്ത് തന്നെ വെച്ചേക്കും, മറ്റൊരു ചെടി സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്തും വെക്കും. അപ്പോൾ ഇതിലൊരു മാനിപ്പുലേഷൻ വരുത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം വെട്ടമുള്ളടുത്ത് വെക്കുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് ഡിപ്പെൻഡന്റ് വേരിയബിളിൽ എന്ത് എഫക്ട് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അതായത് സൂര്യപ്രകാശത്തിൽ വെച്ചപ്പോൾ ചെടി എങ്ങനെയാണ് ആ ചെടിയുടെ ഗ്രോത്ത്, അതിൽ നിന്ന് മാറ്റിയപ്പോൾ ചെടിയുടെ ഗ്രോത്ത് എന്താണ്. അപ്പൊ ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ ഇഫക്ട് ചെയ്യുന്നു എന്ന് നോക്കുന്നതാണ് ഈ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ കാണാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ? ഒരു ന്യൂ പാർട്ട്ണറുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കണം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം, അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 എ പേഴ്സൺ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ പാർട്ട്ണർ. അതായത് നമ്മുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം 32ലെ സെക്ഷൻ 25ലാണോ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറെ പറ്റി പറയുന്നത്? അല്ല, ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നെക്സ്റ്റ് ബി കാണാം. ന്യൂ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ new profit sharing ratio is the ratio in which all partners including new partner will share future profit and losses of the firm. ശരിയാണല്ലേ? പുതിയ പാർട്ട്നേഴ്സ് എല്ലാ പാർട്ട്നേഴ്സും അതായത് ന്യൂ പാർട്ട്ണർ ഉൾപ്പെടെ എല്ലാവരും ഫ്യൂച്ചർ പ്രോഫിറ്റും ലോസും ഒക്കെ ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണല്ലോ ന്യൂ റേഷ്യോ. ഇനി സിയിലേക്ക് വന്നാൽ ന്യൂ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയർ സാക്രിഫൈസ്ഡ് മൈനസ് ഓൾഡ് പ്രോഫിറ്റ്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ദെൻ ഓപ്ഷൻ ഡി സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഓപ്ഷൻ ഇയിൽ പറയുന്നത് ദ പ്രോഫിറ്റ് ഓർ ലോസ് വിച്ച് അറൈസ് ഫ്രം റീവാലുവേഷൻ അക്കൗണ്ട് വിൽ ബി ട്രാൻസ്ഫർ ടു ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്നുള്ള പ്രോഫിറ്റും ലോസും നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് ആൻസർ? ഓപ്ഷൻ ബി, ഡി ആൻഡ് ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇവിടെ സെക്ഷൻ 25 പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 25 എന്ന് പറയുന്നത് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റിയെ പറ്റിയായിട്ട് ആണ് പറയുന്നത്. ദെൻ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസിംഗ് ഷെയർ ആണ് ന്യൂ ഷെയർ. എ പേഴ്സൺ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ അണ്ടർ സെക്ഷൻ 31 ഓഫ് ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആക്ടില് സെക്ഷൻ 31ലാണ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണറെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് തെറ്റായിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോളാം. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ടാക്സസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്? ഇതിൽ ഏതൊക്കെ ടാക്സ് ആണ്? ഈ രണ്ട് സപ്ലൈ ഇവിടെ പറയുന്നുണ്ടല്ലേ, നമ്മുടെ GST ആണ്. GST എന്ന് പറയുന്നത് സപ്ലൈയുടെ മുകളിൽ ചുമത്തുന്ന ടാക്സ് ആണ് GST. സോ ഇവിടെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് നമ്മളൊരു
സാധനം സപ്ലൈ ചെയ്തു. രണ്ടാമത് പുതുച്ചേരി ടു ചെന്നൈ, അവിടെയും ഒരു സപ്ലൈ നടന്നു. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും ഏത് ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആകുന്നത്? അപ്പൊ നമുക്കറിയാം വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ആണ്, ചണ്ഡീഗഡ് എന്ന് പറഞ്ഞാൽ അതൊരു യൂണിയൻ ടെറിട്ടറി ആണ് അല്ലെ. അതേപോലെ തന്നെ പുതുച്ചേരി ഒരു യൂണിയൻ ടെറിട്ടറി ആണ്, ചെന്നൈ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു സിറ്റി ആണ് അല്ലെ, തമിഴ്നാട് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലോട്ടാണ്. അപ്പൊ നമുക്കറിയാം CGST എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന സപ്ലൈസിലാണെങ്കിൽ അവിടെ CGSTയും SGSTയും ആയിരിക്കും ചുമത്തുന്നത്. IGST എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് തമ്മിൽ നടക്കുന്ന സപ്ലൈക്കാണ് IGST, അത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. UTGST എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിൽ നടക്കുന്ന സപ്ലൈസിലാണ് UTGST ആപ്ലിക്കബിൾ ആകുന്നത്. അപ്പൊ ഇവിടെ ഒരു യൂണിയൻ ടെറിട്ടറിയും ഒരു സ്റ്റേറ്റും തമ്മിലാണ് സപ്ലൈ, അങ്ങനെയാണെങ്കിലും അത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് കണക്കാക്കണം. അവിടെ രണ്ടിടത്തും IGST ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, സോ ഒരു സ്റ്റേറ്റിനുള്ളിൽ ആണെങ്കിൽ അവിടെ CGSTയും SGSTയും ആയിരിക്കും. ഒരു യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിലാണെങ്കിൽ അവിടെ UTGST ആയിരിക്കും. ഇനി രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണെങ്കിൽ IGST, ഒരു സ്റ്റേറ്റും ഒരു യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും അവിടെയും IGST ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. which one of the following is not the behavioral factor of customer profile in tactical targeting? ഇവിടെ ടാക്ടിക്കൽ ടാർഗറ്റിംഗില് കസ്റ്റമർ നമുക്കറിയാം ബിഹേവിയർ ഫാക്ടർ അല്ലാത്തത്, കസ്റ്റമർ പ്രൊഫൈലില് ബിഹേവിയർ ഫാക്ടർ അല്ലാത്തത് വളരെ സിമ്പിൾ അല്ലേ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക കൂടി വേണ്ട. നമുക്ക് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ലോജിക് ഉപയോഗിച്ച് ആൻസർ ചെയ്യാം. ബിഹേവിയറൽ ഫാക്ടർ അല്ലാത്തത് ഏതാണ്? പർച്ചേസ് ഫ്രീക്വൻസി, പർച്ചേസ് ക്വാണ്ടിറ്റി, പ്രൈസ് സെൻസിറ്റിവിറ്റി, ഇതൊക്കെ നമ്മുടെ ബിഹേവിയറൽ ഫാക്ടേഴ്സ് അല്ലേ, നമ്മുടെ ബിഹേവിയർ അല്ലേ. എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നു, പ്രൈസ് എത്രത്തോളം, പ്രൈസ് സെൻസിറ്റീവ് ആണോ, അതായത് വില കുറഞ്ഞ സാധനമാണോ വില കൂടിയ സാധനമാണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ പോലെയാണ്. ഇൻകം എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ ഫാക്ടർ ആണോ? അല്ല. സോ ഇവിടെ ഇൻകം ആണ് കറക്റ്റ് ആൻസർ. ബിഹേവിയറൽ ഫാക്ടർ അല്ലാത്തത് ഏതാണെന്നല്ലേ ചോദ്യം. സോ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഡെമോഗ്രാഫിക് ഫാക്ടർ ആണ്, ബിഹേവിയറൽ ഫാക്ടർ അല്ല. സോ ഇവിടെ ഇൻകം ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.